നിങ്ങളൊന്ന് വചനം അനുസരിച്ച് നോക്കൂ, നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യത കിട്ടും. ഭാര്യയും ഭർത്താവ് ഒന്നായിത്തീരും. ഇന്ന് വിവാഹമോചനങ്ങൾ നടക്കുന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷം വിവാഹമോചനം നടക്കുന്നു. വിവാഹം കഴിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിന്? വിവാഹം ഉറപ്പിച്ചു വെച്ചു, അടുത്ത ദിവസം വിവാഹം നടക്കാനിരിക്കുകയാണ്. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന ദമ്പതികൾ പിരിഞ്ഞത് എനിക്ക് നേരിട്ടറിയാം. യേശുക്രിസ്തു അകറ്റുന്നവനല്ല, അടുപ്പിക്കുന്നവനാണ്, ചേർക്കുന്നവനാണ്. ഈ വചനം നിങ്ങളൊന്ന് അനുസരിക്കൂ. ഈ വചനം അനുസരിക്കാനാണ് ഏറ്റവും പിശാച് എതിർക്കുന്നത്. വചനശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പോവുകയില്ല, നാടകം കാണാൻ കൂട്ടമായി പോകും. നാട്ടിൽ എന്തെങ്കിലും മേളങ്ങളോ നാട്ടിൽ ഏതെങ്കിലും സന്തോഷ ഉത്സവങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാവരും വീടടിച്ചു പോകും. പക്ഷെ വചനം കേൾക്കാൻ പറഞ്ഞ ആരും വരികയില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ വചനത്തോടുള്ള ഒരു പൈശാചിന്റെ പോരാട്ടമാണ്. ചില വചനത്തെ എതിർക്കും, ചില സഭകൾ എതിർക്കും, ചില സഭാ നേതാക്കൾ എതിർക്കും, ചില ആളുകൾ എതിർക്കും, ചില മതത്തിലുള്ളവർ എതിർക്കും. എല്ലാറ്റിന്റെയും പിന്നിൽ വ്യാപരിക്കുന്ന ഈ വചനം ജനം കേൾക്കരുതെന്നുള്ള ആ പൈശാചിക ലോകത്തിന്റെ പൈശാചിക സേനയുടെ അടങ്ങാത്ത ആഗ്രഹമാണ്. പ്രിയരെ, അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് നിങ്ങൾ ഇറങ്ങൂ. ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ നിങ്ങളുടെ ജീവിതം ധന്യമാകും.